ഹർത്താലിൽ ഹോട്ടലുകളും പച്ചക്കറിക്കടകളുമെല്ലാം അടഞ്ഞുകിടന്നു. വിശന്നവർ ആഹാരം കഴിക്കാൻ നെട്ടോട്ടമോടി. ചില കടകളെങ്കിലും തുറന്നിട്ടുണ്ടാവും എന്ന പ്രതീക്ഷയിൽ സഞ്ചിയും തൂക്കി ഇറങ്ങിയവർ നഗരം മുഴുവൻ പരതി നടന്നു. അതേസമയം നഗരത്തിലെ കുടിയന്മാരെ ഹർത്താൽ ബാധിച്ചതേയില്ല. ബിവറേജസ് കോർപ്പറേഷന്റെ പുനലൂരിലെ ഔട്ട്ലെറ്റിൽ പതിവ് പോലെ ജനം തിക്കിത്തിരക്കി. ഒക്ടോബർ 1ഉം 2ഉം ഡ്രൈ ഡേ ആയിരുന്നതിനാൽ 3-ന് എങ്ങനെയും സംഗതി നേടണം എന്ന വാശിയിൽ ഇറങ്ങിയവരാണ്. അല്പം തിക്കും തിരക്കുമൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും സഹിഷ്ണുതയോടെ വരിയിൽ നിന്ന് സാധനം വാങ്ങി. പൊരിവെയിലും ചൂടുമൊന്നും ആർക്കും പ്രശ്നമായില്ല. വല്ലാതെ കൈവിറച്ചവരിൽ ചിലർ സാധനം കിട്ടിയപാടെ വെള്ളം പോലും തൊടാതെ വിഴുങ്ങി. ഹർത്താലിൻ്റെ അവധി ആഘോഷിക്കാൻ തീരുമാനിച്ചവരും 2 ദിവസത്തെ ദാഹം മാറ്റാൻ എത്തിയവരും നിരാശയില്ലാതെ ഈ ദിനം ആഘോഷിച്ചു. താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ തുറന്നു പ്രവർത്തിച്ച ഒരു മെഡിക്കൽ സ്റ്റോറിലും വൻ തിരക്ക് അനുഭവപ്പെട്ടു. അത്യാവശ്യക്കാർക്ക് ബുധനാഴ്ച ആശ്രയിക്കാൻ ഈ സ്ഥാപനമേ ഉണ്ടായിരുന്നുള്ളൂ. ഹർത്താൽ ദിനത്തിൽ മദ്യം കിട്ടാതിരുന്നാൽ കുടിയന്മാർ എത്രമാത്രം ബുദ്ധിമുട്ടുമെന്ന് തെളിയിക്കുന്നതായിരുന്നു ബിവറേജസിലെ തിരക്ക്. ഹർത്താൽ ദിനത്തിൽ മദ്യം കിട്ടാതിരുന്നാൽ കുടിയന്മാർ എത്രമാത്രം ബുദ്ധിമുട്ടുമെന്ന് തെളിയിക്കുന്നതായിരുന്നു ബിവറേജസിലെ തിരക്ക്. അതേസമയം രോഗികളും അത്യാവശ്യക്കാരും ഹർത്താൽ ദിനത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന്റെ ഉദാഹരണമായി തുറന്നു പ്രവർത്തിച്ച ഒരേ ഒരു മെഡിക്കൽ സ്റ്റോർ. ന്യൂസ് ബ്യൂറോ, പുനലൂർ.